ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് കേട്ടോ. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനാണ് സർക്കാർ റിപ്പോർട്ട് കൈമാറിയത്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അനന്തകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പ്രസിദ്ധപ്പെടുത്തരുത്, ഇനി പ്രസിദ്ധപ്പെടുത്തിയാൽ തന്നെ അതിൽ വ്യക്തിപരമായ വിവരങ്ങൾ ഒഴിവാക്കണം തുടങ്ങി നിരവധി കാര്യങ്ങളിലൂടെയാണ് കാര്യങ്ങളെല്ലാം കടന്നുപോയത്. ഇപ്പോഴിതാ കോടതി പൂർണ്ണ രൂപം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത് കൈമാറുകയും ചെയ്തു. തുടർന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ, പരാമർശിച്ചിട്ടുള്ള വ്യക്തികൾ, പലരും കൊടുത്തിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകളിലേക്കൊക്കെ നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഹൈക്കോടതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറാൻ നിർദ്ദേശം നൽകിയത്. മാത്രമല്ല, പ്രാഥമിക പരിശോധന നടത്തി അതിൽ നിയമ നടപടിക്ക് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് അതിന്റെ നടപടികൾ കൈക്കൊണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കോടതിയിൽ കൈമാറണമെന്നാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ തന്നെ SITക്ക് കൈമാറി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരും. ആ യോഗത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മൊഴികളടക്കമുള്ള വിവരങ്ങൾ പരിശോധിക്കും. അതിനുശേഷം ഇത് ഏത് രീതിയിലാണ് കേസുകൾ അങ്ങനെ ഏതെങ്കിലും കുറ്റകൃത്യ സ്വഭാവത്തിലുള്ള മൊഴികൾ അല്ലെങ്കിൽ കുറ്റകൃത്യം വെളിപ്പെടുത്തുന്ന മൊഴികൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നടപടികളിൽ പോകേണ്ടത്, കേസെടുക്കേണ്ടത് എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളിൽ ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനമെടുക്കും. മാത്രമല്ല, പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കേസെടുക്കണമോ അതല്ല ഈ പ്രാഥമിക പരിശോധന നടത്തി കോടതിയോട് ചോദിച്ച ശേഷം കേസെടുത്താൽ മതിയോ എന്നുള്ള കാര്യത്തിലും ഈ അന്വേഷണ സംഘം ഒരു തീരുമാനത്തിലേക്ക് എത്തും.